ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അമ്മ സംഘടനയിലെ കൂട്ടരാജിയും അതിനോട് അനുബന്ധിച്ചുണ്ടായ വിവാദങ്ങളുമാണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അങ്ങനെ സോഷ്യൽ മീഡിയ പേജ് മറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച ഞാൻ കണ്ടത്. കാരണം ഇന്നലെ അമ്മ സംഘടനയിലേക്ക് ഏകദേശം പഴയ ആ കമ്മിറ്റിക്കാരുടെ എല്ലാം കൂടെ കൂട്ടായ തീരുമാനമായിരുന്നു അൻസിബയെ അമ്മ സംഘടനയിൽ നിന്നും പിരിച്ചു വിടുക എന്ന ഒരു തീരുമാനം. ഏകദേശം ആ തീരുമാനം എടുത്തിരുന്നു. കാരണം അവർ നോട്ടീസ് കൊടുത്തു, അതിന് മറുപടി കിട്ടാത്തതിനാൽ അൻസിബയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. അങ്ങനെ ആ അൻസിബയെ സംഘടനയിൽ നിന്നും പുറത്താക്കുന്നതിനുള്ള തയ്യാറെടുപ്പൊന്നോണം കഴിഞ്ഞ കുറച്ച് ദിവസമായി അൻസിബയുമായി ഫൈറ്റിൽ ഏർപ്പെടുത്തിയിരുന്ന ലക്ഷ്മി പ്രിയയുടെ സംഘടനാ ഓഫീസിലേക്കുള്ള വരവ് തന്നെയാണ് ഈ വീഡിയോയിലെ മുഖ്യമായ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ലക്ഷ്മി പ്രിയയുടെ അമ്മ ഓഫീസിലേക്കുള്ള ഇന്നലത്തെ രാവിലത്തെ വരവ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് കണ്ട നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നു. അതായത് സീസൺ 4-ൽ ഡോക്ടർ റോബിനൊക്കെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് സീസണിൽ ലക്ഷ്മി പ്രിയയും ഫൈനൽ വരെ എത്തിയ ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലക്ഷ്മി പ്രിയയുടെ ഈ സീനിനെ മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും സീനിൽ ഓർമ്മ വരുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. 100ാമത്തെ ദിവസത്തെ 3ാമത്തെ എവിക്ഷൻ സീൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ലക്ഷ്മി പ്രിയ അന്ന് എവിക്ഷനായി ബൈക്കിൽ കയറി പോകുന്ന അതേ ഡ്രസ്സിലാണ് ഇന്നലെ അമ്മയുടെ പടിയിറങ്ങാൻ വേണ്ടി രാവിലെ തയ്യാറായി വന്നിരുന്നത്. ഇത് ഏതോ വിരുദ്ധൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രമാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. കാരണം അന്നും ഇതേമാതിരി പുറത്താവുന്നത് ലക്ഷ്മി പ്രിയ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് കംപ്ലീറ്റ് ആഭരണ വിഭൂഷിതയായിട്ടായിരുന്നു. ഇന്നലെയും അതേമാതിരി തന്നെയായിരുന്നു ലക്ഷ്മി പ്രിയയുടെ വരവും അത് കഴിഞ്ഞ് പടിയിറക്കവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയുടെ ഒന്നടങ്കമുള്ള തെറിവിളികൾ ലക്ഷ്മി പ്രിയയ്ക്ക് കുറയുന്നതും വരെ നമുക്ക് ഇനി ലക്ഷ്മി പ്രിയയുടെ വീഡിയോകൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.